ലഹരി മരുന്നുകളുടെ ഉപയോഗം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യന്മാരിൽ മാത്രമല്ല മൃഗങ്ങളിലും ലഹരി ഉപയോഗമുണ്ടെന്ന് പറഞ്ഞാലോ? കേൾക്കുമ്പോൾ തന്നെ കുറച്ച് കൗതുകം തോന്നുന്നുണ്ടല്ലേ? ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് ഇത്തരത്തിൽ ആനയും കുരങ്ങനും ജിറാഫും മാനുകളും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ അടിച്ചുപൂസായി നടക്കുന്നത്. എന്നാൽ ഇവരൊന്നും വെള്ളമടിച്ച് ഫിറ്റായതല്ല. കാട്ടിലെ ഒരു പഴമാണ് ഇവരെയും ലഹരി പിടിപ്പിക്കുന്നത്. ഇങ്ങനെ ലഹരി നിറഞ്ഞ ആ പഴത്തിൻ്റെ പേരാണ് മറുള. ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഫ്രിക്കയുടെ തെക്കൻ പ്രദേശങ്ങളാണ് മറുള പഴത്തിൻ്റെ ജന്മദേശം. സ്ക്ലെറോകാരിയ ബിരിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പഴത്തിന് ചെറിയ പുളിപ്പും മധുരവും ചേർന്ന രുചിയാണുള്ളത്. ആഫ്രിക്കൻ കാടുകളിൽ സുലഭമായി ലഭിക്കുന്ന പഴമാണ് മറുളയെങ്കിലും ജനുവരി മുതൽ മാർച്ച് വരെയാണ് മറുള പഴത്തിൻ്റെ സീസൺ എന്ന് പറയുന്നത്. ഇക്കാലത്താണ് മൃഗങ്ങൾ ഈ പഴം അകത്താക്കാനായി എത്തുന്നത്. മറുള കായ്ച്ചു തുടങ്ങുമ്പോഴേ മൃഗങ്ങൾ തീറ്റ ആരംഭിക്കും. ആനകൾക്കാണ് മറുള പഴത്തോട് കമ്പം കൂടുതൽ. അവ മരം കുലുക്കി പഴങ്ങൾ അകത്താക്കും. കാൽ നിലത്തുറയ്ക്കാത്ത ആന, നിന്ന നിൽപ്പിൽ പുറകോട്ട് മറിയുന്ന കുരങ്ങന്മാർ, ആടി ആടി മുന്നോട്ട് നീങ്ങുന്ന ജിറാഫ് എന്നിവയൊക്കെയാകും പിന്നീടുള്ള ഇവിടുത്തെ കാഴ്ചകൾ. ഇവ മാത്രമല്ല, പഴം പഴുത്ത് താഴെ വീഴുമ്പോൾ മറ്റു മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഇവ കഴിക്കാനെത്താറുണ്ട്. മൃഗങ്ങളെപ്പോലെ മറുള പഴത്തിൻ്റെ വീര്യം മനസ്സിലാക്കിയ പ്രദേശവാസികൾ ഇതുപയോഗിച്ചുള്ള നാടൻ വാറ്റും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ പഴം ഉപയോഗിച്ചുള്ള അമറുള എന്ന ബ്രാൻഡഡ് മദ്യവും മാർക്കറ്റിൽ ലഭ്യമാണ്. ലഹരി മാത്രമല്ല, മറുള പഴത്തിന് പോഷകമൂല്യവും ഏറെയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ രോഗപ്രതിരോധ ശേഷിക്കും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും. പഴത്തിൻ്റെ വിത്തുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മറുള എണ്ണയും ഉത്തമമാണ്. മോയ്സ്ചറൈസിങ്, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ളതിനാൽ ഈ എണ്ണ മോയ്സ്ചറൈസറുകൾ, സെറം തുടങ്ങിയ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. മൃഗങ്ങളുടെ ലഹരി മാത്രമല്ല, നൂറ്റാണ്ടുകളായി ആഫ്രിക്കയിലെ പ്രാദേശിക സമൂഹങ്ങളുടെ ഒരു പരമ്പരാഗത ഭക്ഷണ സ്രോതസ്സാണ് മറുളാപ്പഴം. കൂടാതെ ഇതുപയോഗിച്ച് ജാമുകളും ഫ്രൂട്ട് പ്രിസർവുകളുമൊക്കെ അവർ ഉണ്ടാക്കാറുണ്ട്. ഇത് കൂടാതെ പല ആഫ്രിക്കൻ സമൂഹങ്ങളിലും മറുള പഴത്തിന് സാംസ്കാരിക പ്രാധാന്യമുണ്ട്. സമൃദ്ധിയുടെയും ഫലഭൂയിഷ്ഠതയുടെയും പ്രതീകമായാണ് ഇക്കൂട്ടർ മറുള പഴങ്ങളെ കണക്കാക്കുന്നത്. അതായത് മറുള പഴം എന്നത് പോഷക സമൃദ്ധവും വൈവിധ്യമാർന്നതുമായ ഒരു ഭക്ഷ്യസ്രോതസ് മാത്രമല്ല, ആഫ്രിക്കയിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലും സാംസ്കാരിക രീതികളിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നുകൂടിയാണ്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.